കോട്ടയം ആർക്കൊപ്പം എന്നതാണ് ചോദ്യം. ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് ഈ സർവേ കോട്ടയത്ത് അവസാനിച്ചത്. ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് മാണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി വരുന്നതിന് മുൻപുള്ള ഫലസൂചനയാണ്. വിജയസാധ്യത ഏത് മുന്നണിക്ക്? നോക്കൂ, UDF എന്നതാണ്. കോട്ടയത്ത് UDF അട്ടിമറി വിജയം നേടും. അതായത് LDFന്റെ കോട്ട പിടിച്ചെടുക്കും. LDFന്റെ നമുക്ക് പറയാൻ കഴിയുമോ എന്നാണ്. UDF തന്നെ വിജയം ആവർത്തിക്കുമെന്ന്. 2019 വിജയം UDF ആവർത്തിക്കാൻ പോകുന്നു. അത് 40% വോട്ട് നേടി ആവർത്തിക്കാൻ പോകുന്നു. എന്നാൽ LDF 38%, 2% വ്യത്യാസമേ ഉള്ളൂ. അതെ അതെ, ചാഴിക്കാടൻ പോപ്പുലർ ആയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ട കണക്കുകൾ ഇവിടെയും ഒരു ബ്ലാക്ക് ഹോഴ്സ് ഉണ്ട്. BJP 5% വർദ്ധിപ്പിക്കാൻ പോവാണ്. 17% നിന്ന് 5% വർദ്ധിപ്പിക്കാൻ പോകുന്നു. നോക്കൂ, ഇതിനകത്ത് ഒരു കൗതുകരമായ കണക്കുണ്ട്. UDF 40% ഇപ്രാവശ്യം നേടാൻ പോകുന്നത്. നേരത്തെ അവരുടെ ശതമാനം എത്രയായിരുന്നു? 46.25% അതായത് 6% വോട്ട് കുറയുന്നുണ്ട് UDFന് ഇപ്രാവശ്യം. അത് ആരുടെ വോട്ടാണ്? കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടാണ്. അത് കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് UDFന്റെ ശക്തി അവിടെ കുറയുന്നില്ല. ഫ്രാൻസിസ് ജോർജ് ആണ് സ്ഥാനാർത്ഥി. ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നത് ചാഴിക്കാടനെ പോലെ തന്നെ സൗമ്യനായ ആളാണ്. KM ജോർജിന്റെ മകനാണ്. കേരള കോൺഗ്രസ് സ്ഥാപകനായ KM ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ്. വളരെ സൗമ്യനായ സ്ഥാനാർത്ഥിയാണ്. ഇടുക്കിയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ആളാണ്. നല്ല പോരാളി തന്നെയാണ്. അപ്പോൾ ഈ ഏറ്റുമുട്ടലിൽ അഡ്വാൻറ്റേജ് UDFനാണ്. 2% വ്യത്യാസത്തിൽ UDF ഈ കോട്ടയം മണ്ഡലം നിലനിർത്താൻ പോകുന്നു. ബ്ലാക്ക് ഹോഴ്സ് എന്ന നിലയ്ക്ക് BJP അവരുടെ വോട്ട് ശതമാനം ഉയർത്തുന്നു. ഒരു കണക്ക് വളരെ വ്യക്തമാണ്. 6-7% അപ്പുറത്തേക്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മാണി ഒരു ശക്തിയല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോട്ടയത്ത് കോൺഗ്രസ് ആണ് ശക്തി. കോൺഗ്രസിന്റെ എക്കാലത്തെയും ആവശ്യം കോട്ടയം മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളതായിരുന്നു. അവർക്ക് ഒരിക്കലും കോട്ടയത്ത് മത്സരിക്കാൻ. ഇത്തവണ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്തിരുന്നു എങ്കിൽ BJPക്ക് കിട്ടിയ 22%, ഈ സർവേയിലെ പ്രൊജക്ഷൻ 22ലേക്ക് അവർ എത്തില്ല. കാരണം കോൺഗ്രസിലേക്ക് ഈ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ കേന്ദ്രീകരിക്കും. ഈ രമേശ് ചെന്നിത്തലയായിരുന്നു അവരുടെ ഏറ്റവും ഷുവർ ബെറ്റ്. യാതൊരു സംശയമില്ല. രമേശ് ചെന്നിത്തല ഇത്തവണ കോട്ടയത്ത് മത്സരിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ വിജയം സുനിശ്ചിതമായിരുന്നു. നല്ല ഭൂരിപക്ഷവും. കോട്ടയത്തിന് രമേശ് ചെന്നിത്തലയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. കോട്ടയത്തിന്റെ സമുദായ ഇക്വേഷൻസ് ഇതെല്ലാം 22% എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു. 8%, 9% അപ്പുറത്തേക്ക് BJPയുടെ വോട്ട് വിഹിതം നോർമലി വർദ്ധിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ്. അവിടെയാണ് 22% വർധനമുണ്ടായിരിക്കുന്നത്. ആ വർധനവിനെ പിടിച്ചു നിർത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് മൈനസ് UDF എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ ശക്തി തന്നെയാണ്. 40% വോട്ടോടുകൂടി UDF അവിടെ പിടിച്ചെടുക്കും. 2% വ്യത്യാസമേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അതോടുകൂടി കേരള കോൺഗ്രസ് എമ്മിന്റെ ബാർഗൈനിങ് പവർ വളരെ കുറയും.